പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. വഖത്തഅ്നാഹും മുസ്നതൈ അശറത അസ്ബാത്തൻ ഉമമൻ. അവിടെ നാം 12 ഗോത്രങ്ങൾ അഥവാ സമൂഹങ്ങളായി പിരിച്ചു. മൂസായോട് അദ്ദേഹത്തിൻ്റെ ജനത കുടിനീർ ആവശ്യപ്പെട്ട സമയത്ത് നിന്റെ വടി കൊണ്ട് ആ പാറക്കല്ലിൽ അടിക്കൂ എന്ന് അദ്ദേഹത്തിന് ബോധനം നൽകി. അപ്പോൾ അതിൽ നിന്ന് 12 നീർച്ചാലുകൾ പൊട്ടിയൊഴുകി. ഓരോ വിഭാഗക്കാരും തങ്ങൾക്ക് കുടിക്കാനുള്ള സ്ഥലം മനസ്സിലാക്കി. നാം അവർക്ക് മേഘത്തണൽ നൽകുകയും മഞ്ഞയും കാടപ്പക്ഷികളും നാം അവർക്ക് ഇറക്കി കൊടുക്കുകയും ചെയ്തു. നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് തിന്നുകൊള്ളുക എന്ന് നാം നിർദ്ദേശിക്കുകയും ചെയ്തു. അവരുടെ ധിക്കാര നിമിത്തം നമുക്ക് അവർ ദ്രോഹം വരുത്തിയിട്ടില്ല, എന്നാൽ അവർ ദ്രോഹം വരുത്തി വെച്ചിരിക്കുന്നത് അവർക്ക് തന്നെയാണ്. അപ്പോൾ ഇവിടെ മൂസാ നബി എന്ത് ചെയ്തു? 12 ഗോത്രങ്ങളെ തിരിച്ചു. ഈ 12 ഗോത്രങ്ങൾ വെച്ചാൽ മൂസാ നബിയുടെ കൂടെ വന്ന മൊത്തം ജനങ്ങളെയാണ് 12 ഗോത്രങ്ങളായി തിരിച്ചത്. ഇതിലുള്ളവൻ ആദ്യം ഇവിടെ തുടക്കത്തിൽ തൊട്ട മുമ്പത്തെ സൂക്തത്തിൽ എന്ത് പറയുന്നുണ്ട്? സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാർഗദർശനവും ചെയ്യുകയും അതനുസരിച്ച് നീതി പാലിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമുണ്ട്. അവരെ നാം 12 ഗോത്രങ്ങളായി തിരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ നീതി പാലിക്കുന്ന സമൂഹത്തെയാണ് മൂസാ നബി 12 ഗോത്രങ്ങളാക്കി തിരിച്ചു എന്നായിരിക്കുന്നു കരുതി. പക്ഷേ അത് തെറ്റാവാൻ സാധ്യതയുണ്ട്. കാരണം ഇവരൊക്കെ ഈ നന്മ പാലിക്കുന്ന ആൾക്കാർ ദ്രോഹങ്ങൾ ചെയ്തു എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. അപ്പം അങ്ങനെ സംഭവിക്കില്ലല്ലോ. സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാർഗദർശനം ചെയ്യുകയും നീതി പാലിക്കുകയും ചെയ്യുന്നവർ പിന്നെ തെറ്റിപ്പിക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതല്ല, മൊത്തം പേരെയാണ് 12 ഗോത്രങ്ങളായി തിരിച്ചത്. ഇതൊരു വാക്യമായിട്ട് എടുത്താൽ മുകളിൽ പറഞ്ഞൊരു വാക്യമായിട്ട്, കാരണം അങ്ങനെയുള്ള കൂട്ടരും അതിലുണ്ടായിരുന്നു. അവരെല്ലാവരിലും പെട്ടവരായിരുന്നു ഇരിക്കുന്നത് മനസ്സിലെ. അപ്പോൾ ഇവിടെ 12 ഗോത്രങ്ങളൊക്കെ തിരിച്ചത്? യാക്കൂബ് നബിക്ക് 12 മക്കളായിരുന്നു. ആ 12 മക്കളുടെ മക്കളായിട്ട് കുറേ കാലം കഴിഞ്ഞിട്ടാണ് മൂസാ നബി വീഴുന്നത്. നബി മരിച്ച് കാലങ്ങളോളം കഴിഞ്ഞിട്ടാണ് മൂസാ നബി വീഴുന്നത്. അപ്പം അങ്ങനെ വലിയ സമൂഹമായിട്ട് മാറിയിട്ടുണ്ടാവും. പിന്നെ നമ്മളതിൻ്റെ ഒപ്പയുടെ ഒരു കുടുംബസംഗമം ഉണ്ടായിരുന്നു, കാരട്ടിയാറ്റിൽ കുടുംബസംഗമം. ഒരു വലിയൊരു ഹാളാണ് ബുക്ക് ചെയ്ത്, എന്നിട്ടും അത് നിറഞ്ഞ് കവിഞ്ഞു പോയി. അത്രക്കും വലിയൊരു സമൂഹമായിട്ട് മാറിപ്പോയി. കാരണം അവർ അദ്ദേഹത്തിൻ്റെ അടിവേര് തേടി പോയപ്പോൾ ചാലിയത്ത് താമസമാക്കിയ ഒരു അത്തൻകുട്ടി ഗുരുക്കൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അവസാനമായിട്ട് കന്യായിട്ട് കിട്ടുക. പിന്നെ അങ്ങോട്ടുള്ള കന്യകൾക്ക് കിട്ടിയിട്ടില്ല. അതും പഴമക്കാരായ വയസ്സന്മാർ ചോദിച്ച് അറിഞ്ഞതാണ് അവർ. അപ്പം അത് ഏകദേശം സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തൊക്കെ ഉള്ള ഒരു കുടുംബമായിരിക്കാം. അത് 2024 ആകുമ്പോഴത്തേനും വലിയൊരു സമൂഹമായിട്ട് മാറി. കാരണം മക്കളും ആയിട്ട് ഒരു ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞു. അത്രക്കും വലിയ സമൂഹമായിട്ട് മാറി. അതുപോലെ തന്നെ അങ്ങനെ ആകുമ്പം യൂസുഫ് നബിയുടെ കാലശേഷം എത്രയോ കാലശേഷം കഴിഞ്ഞ് വന്ന മൂസാ നബി എത്തുമ്പോഴത്തേക്ക് ഈ സമൂഹം വലിയൊരു സമൂഹമായിട്ട് മാറിയിട്ടുണ്ടാകും. കാരണം അക്കാലത്ത് നമ്മളെ ജനസംഖ്യാ നിയന്ത്രണമൊന്നുമില്ല, കുടുംബാസൂത്രണമൊന്നുമില്ല. ഒരു വ്യക്തിക്ക് 10-12 മക്കളൊക്കെ ആയിരുന്നു. അത് മാത്രമല്ല, ഒരു വ്യക്തിക്ക് 4-5 ഭാര്യ. ഇസ്ലാമിക ശരീരത്തിലാണ് 4 ഭാര്യ. അതിന് മുമ്പ് അവർക്ക് ചിലപ്പോൾ കൂടുതൽ ഭാര്യമാരോ 10-12 ഭാര്യമാരോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ മക്കൾ വലിയ സമൂഹമായിട്ട് മാറിയിട്ടുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ഇവർ ഓരോ കുടുംബത്തിൽ പേരിൽ അറിയപ്പെടുന്ന ഇന്ന വ്യക്തിയുടെ മക്കളാണ്. 12 പേരായിട്ട് ഒരു പ്രത്യേക നിലകൊള്ളുകയും ഒരു അന്യോന്യം കടിപിടി കൂടുകയും ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ അതുകൊണ്ടാണ് മൂസാ നബി എന്ത് ചെയ്തു? 12 ഗോത്രങ്ങളാക്കി ഇവരെ തിരിച്ചത്. ഇനി അതിൻ്റെ മുകളിൽ പ്രശ്നം വേണ്ടാന്ന് 12 ഗോത്രങ്ങളായി തിരിച്ചു. അങ്ങനെ ഇവരെന്ത് കുടിനീര് ആവശ്യപ്പെട്ടു. ഒരു മരുഭൂമിയിലാണ് എത്തിപ്പെട്ടപ്പോൾ കുടിനീര് ആവശ്യപ്പെട്ടപ്പോൾ ഇവർക്ക് എന്നിട്ടും മൂസാ നബിയോട് പുച്ഛമായിരുന്നു. ഈ പൊതുവെ ജൂതന്മാർക്കുള്ള സ്വഭാവമാണ് പ്രവാചകന്മാരെ തള്ളിപ്പറയാൻ. അതുകൊണ്ട് തന്നെയാണ് യൂറോപ്യന്മാർ ഇപ്പം കാസിം ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ടു. അതിൽ അദ്ദേഹം പറഞ്ഞു, യൂറോപ്പിലേക്ക് പ്രവാചകന്മാരെ വേദഗ്രന്ഥം വന്നിട്ടില്ല. കാരണം ഇവരൊക്കെ കൊന്നുകളയും, സകല പ്രവാചകന്മാരെ കൊന്നുകളി തള്ളിപ്പറയും, അതാണ് സ്ഥിരം പരിപാടി. അതുകൊണ്ട് വേദഗ്രന്ഥമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ എഴുത്ത് ഇടത്തുനിന്ന് വലത്തോട്ടാണ്. അതേസമയം വേദഗ്രന്ഥങ്ങൾ ലഭിച്ച ജനങ്ങളുടെ എഴുത്ത് വലത്തുനിന്ന് ഇടത്തോട്ടാണ്. ഇപ്പോൾ
സംസ്കൃതം എന്നുള്ളതൊക്കെ ആ ലിപികളൊക്കെ ദൈവത്തിൽ നിന്ന് അവതരിച്ചതുമൊക്കെ ആയിരിക്കാം. അതുകൊണ്ടാണ് വലത്തു നിന്ന് ഇടത്തോട്ട്. ഉറുദു അങ്ങനെ തന്നെയാണ്, അറബി അങ്ങനെ തന്നെയാണ്. മലയാളം എന്ത് ചെയ്യും, ഇപ്പോൾ യൂറോപ്യന്മാരുടെ സ്വാധീനം കടന്നു കൂടിയിട്ടുള്ളത് കൊണ്ടായിരിക്കും ഇടത്തുനിന്ന് വലത്തോട്ടേക്കായി മാറിയിട്ടുള്ളത്. അള്ളാഹു ആലം. അപ്പോൾ എന്തായാലും പറഞ്ഞു വരുന്നു, ഇവർ പണ്ടേ ഇവർക്കുള്ള സ്വഭാവമാണ് പ്രവാചകന്മാരോട് തർക്കിക്കുക, പ്രവാചകന്മാരെ എപ്പോഴും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക, പ്രവാചകന്മാരുടെ മനോവീര്യം ചോർത്തിക്കളയുക. അപ്പോൾ ഒരു കുടിനീർ ആവശ്യപ്പെട്ട വേഗം മൂസാ നബിയോട് ആവശ്യപ്പെടുകയും നിൻ്റെ റബ്ബിനോട് കുടിനീർ ആവശ്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. മൂസാ നബി എന്ത് ചെയ്തു, 12 ഇവരാവശ്യപ്പെട്ടിട്ടുണ്ടാവും, ഞങ്ങൾ 12 ഗോത്രങ്ങളാണ്, അത് ഞങ്ങൾക്ക് വെവ്വേറെ തന്നെ വേണം, അവരുടെ കുടിനീർ ഞങ്ങൾ എടുക്കില്ല. അതുപോലെ ഇവർക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇവർക്ക് അന്യോന്യം ഒരു ജാതീയതൊക്കെ ഉണ്ടായിരുന്നു. അവനാൻ മാത്രം നല്ലത്, മറ്റുള്ളവരൊക്കെ മോശം, അങ്ങനെ ചിന്ത എപ്പോഴും ജൂതന്മാർക്കുണ്ട്. അവരുടെ സൊസൈറ്റിയുമായിട്ട് എപ്പോഴും ഒരുമിച്ച് കഴിയും, മറ്റു സൊസൈറ്റിയുമായിട്ട് ഒരിക്കലും കൂടി കഴിയില്ല. ചേമ്പിൻ്റെ ഇലമിൽ വെള്ളം വീണ മാതിരിയാണ്. അതുകൊണ്ടാണ് ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്നൊടിക്കരുത്. കാരണം ഇവരെപ്പോഴും ഒരു ഒറ്റക്കെട്ട്, ജൂതന്മാർ ഒറ്റക്കെട്ട്. സർക്കാരായാലും വേണ്ടില്ല, മറ്റുള്ളവരായാലും പട്ടാളക്കാരായാലും വേണ്ടില്ല, ഞങ്ങൾ മാത്രം ഒരു ഒറ്റക്കെട്ട്, ബാക്കിയുള്ളവർ എന്തായാലും വേണ്ടില്ല. എന്നിട്ട് ഇവർ പലിശ കൊടുത്ത് പണം സമ്പാദിക്കുകയും ഇവരെപ്പോഴും ഒരുമിച്ച് കൂടുക, അങ്ങനെ പിടിക്കുക, അങ്ങനെ സ്വഭാവം കണ്ടെത്തിയിട്ടുണ്ട്. എനിക്കും അങ്ങനെ ഒരു കുടുംബത്തെ അറിയാം. ഒരു വലിയൊരു കുടുംബമാണ്. അവർ എപ്പോഴും അന്യോന്യം ഒരു സ്നേഹബന്ധം കിട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും. പല മാതാവിൻ്റെ മക്കളാണെങ്കിൽ അന്യോന്യം സ്നേഹബന്ധമൊക്കെ ഉണ്ട്. പക്ഷെ ഇവരെപ്പോഴും ഒറ്റക്കെട്ടാണ്. ഇവരെ ഏത് അയൽവാസികളുമായിട്ട് ഇവർക്ക് വലിയൊരു ബന്ധവും ഞാൻ കാണാറില്ല. ഇവരെപ്പോഴും പരിപാടിക്ക് വിളിക്കുകയൊക്കെ അവരെ കുടുംബക്കാരും, എപ്പോഴും എന്തിനും ഏതിനും വിളിക്കുക കുടുംബക്കാരെ മാത്രമാണ്. മറ്റുള്ള ജനങ്ങളോട് ഒരു അകന്ന് കഴിയുന്ന ഒരു കൂട്ടരെ എനിക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെയാണ് ജൂതന്മാർ. അവർ പിന്നെ ഓരോ ഗ്രൂപ്പും ഞങ്ങൾ ഒറ്റ വിചാരം, ഞാനും എൻ്റെ കെട്ടുവനും തട്ടാനുള്ള രൂപത്തിൽ അവരൊരു ഒരു പ്രത്യേക ഒരു സമൂഹം, സമൂഹമായിട്ട് ഇടപഴകാൻ മടിക്കുന്ന ഒരു സമൂഹം. ഒന്നാമത് ജാതീയതൊക്കെയാണ്. ഇപ്പോൾ നമ്പൂതിരിമാർ തീയന്മാരെ കൂട്ടത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ലേ, ഞങ്ങൾ മുന്തിയവരാണുള്ള ധാരണയാണല്ലോ. അപ്പോൾ അതുപോലെ ഇവരൊക്കെ ഞങ്ങൾ മുന്തിയവരാണ്, അവർ വേറെയാണ്, ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, അങ്ങനെ ഞങ്ങൾ മാത്രം ഒന്ന്, ബാക്കിയുള്ളവരൊക്കെ പുറമക്കാർ, അങ്ങനെ ചിന്താഗതിയാണ്. എല്ലാവരും ഒരുപോലെ കാണുന്നത് ഇവർക്ക് ഉണ്ടാവില്ല. അസമയം ഇസ്ലാം മതത്തിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. അതിന് ഏറ്റവും ഈ ദുസ്വഭാവത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പരിപാടിയാണ് നമസ്കാരം. 5 നിസ്കാരത്തിന് പള്ളിയിൽ വരുന്ന വ്യക്തി, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു നേരമെങ്കിലും പള്ളിയിൽ വരുന്ന ഒരു വ്യക്തിക്ക് പിന്നെ ഈ ജാതീയതയും വർഗീയതൊന്നും ഉണ്ടാവില്ല. കാരണം ഒരു ഇമാമിൻ്റെ കീഴിലാണ് പിറകിലെല്ലാവരും നമസ്കരിക്കുന്നത്. ഇമാമ കൈയിട്ടും, ഇമാമ കൈ അയക്കും, ഇമാമ കുമ്പിട്ടാൽ ഇവരും കുമ്പിടും, ഇമാമ സുജൂദ് പോയ ഇവരും സുജൂദ് ചെയ്യും. അങ്ങനെ ഇമാമിനെ പിന്തുടരുക. ചിലപ്പോൾ ഇമാമിന് വളരെ താഴ്ന്ന ജാതിക്കാരനായിരിക്കും, ഏതോ മുക്കുവനായിരിക്കും, അല്ലെങ്കിൽ കറുത്തവനായിരിക്കും, വെളുത്തവനായിരിക്കും, ആരായാലും വേണ്ടിയില്ല ഇമാമിനെ പിന്തുടരുക. അതുമാത്രമല്ല, ഈ മമ്മൂമായി നിൽക്കുന്നവന് തൊട്ടടുത്ത് നിൽക്കുന്നത് ചിലപ്പം സിനിമാനടൻ മമ്മൂട്ടിയായിരിക്കും, അപ്പുറത്ത് നിൽക്കുന്നത് വേറെ ഏതോ മുക്കുവനോ മറ്റുള്ളവനോ മറ്റോ ആയിരിക്കും. മറ്റു ദീനിൽ കൂടി വന്ന ഏതെങ്കിലും ഹൈജൻസ് ആയ വ്യക്തി ദീൻ ഇസ്ലാമിലേക്ക് വന്നവനും ആയിരിക്കും, കറുത്തവനായിരിക്കും. അവൻ്റെ ചെറുപേരിലും ഇവൻ്റെ ചെറുപേരിലും ഒരുമിച്ച് നിന്നിട്ടാണ് ഇവൻ നിൽക്കുന്നത്. അപ്പോൾ ഇസ്ലാമിൽ എല്ലാ ജാതീയതയും ഇല്ലായ്മ ചെയ്യുന്നൊരു വളരെ നല്ലൊരു പരിപാടിയാണ് നമസ്കാരം. അതിനുവേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമസ്കാരത്തെ നിർബന്ധമാക്കിയത്. അപ്പോൾ ഇസ്ലാമിൽ വന്നവർക്ക് പിന്നെ യാതൊരു ജാതീയതയും വർഗീയതയും ഇല്ല. അപ്പോൾ ജൂതന്മാരിൽ നമസ്കാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ അത് ശരിക്കുള്ള ജൂതന്മാർ, ശരിയായ ജൂതന്മാരൊക്കെ ചെയ്യുന്നുള്ളൂ. മാത്രമല്ല, ഇതുപോലെ നമ്മളെ മാതിരി ഇങ്ങനെ ഒറ്റയ്ക്ക് അടുപ്പിച്ച് നിൽക്കുന്നത്, അവർ വിട്ടുവിട്ടിട്ടാണ് നിൽക്കുക. യോഗ ചെയ്യുന്ന മാതിരി അല്പം വിട്ടുവിട്ടിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇവർക്ക് ഭയങ്കര ജാതീയത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് 12 പേർക്ക് 12 കുറവ് തന്നെ വരണം, മറ്റുള്ളവരെ അവസ്ഥയിൽ നമ്മൾ എടുക്കില്ല, ഞങ്ങൾക്ക് വേറെ തന്നെ വേണമെന്ന് ഒരു അഹങ്കാരത്തിൻ്റെ സ്വരം എപ്പോഴും ഇവർക്കുണ്ടായിരുന്നു. കാരണം ഇവർക്ക് വിശ്വാസം മൂലമായിട്ടില്ല. ഈ വിശ്വാസം രൂഢമൂലമല്ലാത്ത ജനതയല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നത്, പിറകെ നടന്നിട്ട് പ്രവാചകന്മാരെ അയക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു ബുദ്ധിമാന്മാരായിരുന്നു, അറിവ് നേടുന്ന ആൾക്കാരായിരുന്നു, അറിവിനോട് താല്പര്യം, കൂടുതൽ അറിവ് നേടാൻ നല്ല സ്വഭാവം അവർക്കുണ്ടായിരുന്നു.
കുരുട്ടുബുദ്ധിയും ഒക്കെ ആണെങ്കിലും അപ്പം അവരിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഒന്ന് പിന്നെ അറിവ് നേടാൻ വേണ്ടി മതത്തെപ്പറ്റി ആഴത്തിൽ പഠിക്കുകയും അങ്ങനെ മനുഷ്യന് തന്നെ ദൈവമായി മാറാൻ കഴിയുമെന്നുള്ള ജ്ഞാനത്തിലേക്ക് അവനെ എത്തിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതിലേക്കുമുള്ള ഉദ്ദേശം. അതുകൊണ്ടാണ് ഈ ജൂതന്മാരെ വിറകെ ഒരുപാട് പ്രവാചകന്മാർ അള്ളാഹു അയച്ചത്. അവർ ഒരാളെങ്കിലും നന്നായി കിട്ടിയാൽ ഈ പ്രപഞ്ചത്തിന് സത്യം അവർ മനസ്സിലാക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ പല കണ്ടുപിടുത്തങ്ങൾ പിന്നെയും ജൂതന്മാരാണല്ലോ. കാരണം അവർ ബുദ്ധിമാന്മാരാണ്. യാക്കൂബ് നബിയുടെ മക്കൾ. യാക്കൂബ് നബിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അദ്ദേഹം വളരെ ബുദ്ധിമാനായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ. നിങ്ങൾ ഒരുമിച്ച് പട്ടണ കവാടത്തിലേക്ക് പോകരുത്, പല കവാടങ്ങളിലൂടെ കടക്കണമെന്ന് മക്കളോട് പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിന് ബുദ്ധിശക്തിയുടെ ഒരു ഇതാണ്. പല മേഖലകളിലും അദ്ദേഹം ബുദ്ധിശക്തി പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ സ്വപ്നം നിൻ്റെ ജ്യേഷ്ഠന്മാരോട് പറയരുത്, അവരെന്നെ കൊല്ലും എന്ന് പറയുന്നത്. അപ്പം അതിന് ബുദ്ധിശക്തിയുടെ അതാണ്. അപ്പം അങ്ങനെയുള്ള ബുദ്ധിശക്തിയുള്ള ആ പിതാവിൻ്റെ മക്കളായിട്ടാണ് അവർ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവും ആരാണ്? ഇബ്രാഹിം നബി. എല്ലാ വിഗ്രഹത്തെയും കൊന്നിട്ട് എല്ലാ വിഗ്രഹത്തെ അച്ചടച്ചിട്ട് ഒരു വിഗ്രഹത്തെ മാത്രം അവശേഷിപ്പിച്ച ആ ഇബ്രാഹിം നബിയുടെ മകനാണ് യാക്കൂബ് നബി അല്ലേ. ഇസ്ഹാഖ് നബിൻ്റെ മകനാണല്ലോ. അപ്പോൾ പേരമകനാണ് യാക്കൂബ് നബി. അപ്പോൾ ആ ബുദ്ധിശക്തി ഇവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ജൂതന്മാരുടെ പിറകെ വല്ലാതെ ഇസ്രായേലിലെ പിന്നെ ഒരുപാട് പ്രവാചകന്മാരയച്ചത്. കാരണം അവർ ബുദ്ധിമാന്മാരാണ്. അവരുടെ ബുദ്ധിശക്തി കൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യും? ഈ വേദഗ്രന്ഥത്തെ പിന്നെ ഇഴകീറിയെടുത്ത് അതിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ അന്തസ്സത്ത് ഉൾക്കൊണ്ട് എന്താണ് പ്രപഞ്ചത്തിൻ്റെ രഹസ്യം, അള്ളാഹുവിൻ്റെ രഹസ്യം എന്തൊക്കെ മനസ്സിലാക്കാൻ കഴിയും എന്നതിലാണ് അള്ളാഹു അവരെ തന്നെ പിന്നെ അവർക്ക് നന്നാക്കി എടുക്കാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷെ ഇവരെന്ത് ചെയ്തു? അങ്ങനെ 12 നീർച്ചാലുകൾ പൊട്ടി ഒഴുകി. ഓരോ വിഭാഗക്കാരും തങ്ങൾ കുടിക്കാനുള്ള സ്ഥലം മനസ്സിലാക്കി. പിന്നെ അവർക്ക് മേഘത്തണൽ നൽകുകയും ചെയ്തു. ഭയങ്കര വലിയ ചൂടാണ്. നമുക്കറിയാമല്ലോ ഈ വർഷത്തെ ചൂട് നമ്മൾക്ക് വളരെ കഠിനതരമായിരുന്നല്ലോ അല്ലേ. ഫെബ്രുവരി 15 ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചൂട് അനുഭവപ്പെടാൻ തുടങ്ങി. സാധാരണ മാർച്ച് മാസത്തിലൊക്കെയാണ് നമ്മൾ ചൂട് അനുഭവപ്പെടുന്നത്. ഫെബ്രുവരി ആകുമ്പോഴത്തേന് ഭയങ്കര ചൂട്. ഈ ഉള്ളവനൊന്നും ഫാനൊന്നും ഉപയോഗിക്കില്ല. മെയ് മാസത്തിൽ മാത്രമേ ഫാൻ ഉപയോഗിക്കാൻ തുടങ്ങാറുള്ളൂ. പക്ഷേ ഈ ഉള്ളവൻ എന്ത് ചെയ്തു? ഫെബ്രുവരി 15 ആകുമ്പോഴത്തേന് ഫാൻ ഉപയോഗിക്കാൻ തുടങ്ങി. രാവിലെ വരെ ഫാനിട്ട് കിടക്കാൻ തുടങ്ങി. മറ്റേ ഞാൻ ഫാന് തണുത്ത് കഴിഞ്ഞാൽ വേഗം ഓഫാക്കും. 1 മണിക്കൂറോളം ഫാൻ ഇടും, 2 മണിക്കൂറോളം ഫാൻ ഇടും, തണുത്ത് കഴിഞ്ഞാൽ ഓഫാക്കും. ഇത് രാവിലെ വരെ ഫാനിട്ട് കിടക്കേണ്ടി വന്നു. അതുപോലെ പകൽ സമയത്ത് 1-2 തവണ കുളിക്കുകയും തല തോർത്താതിരിക്കുകയും ചെയ്തു. തല തോർത്തിയാൽ പിന്നെ ഭയങ്കര ചൂടായിരിക്കും. തല തോർത്താതിരുന്നാൽ കുറച്ച് നേരം തണുപ്പ് കിട്ടും. അങ്ങനെയൊക്കെ ചെയ്തു. അപ്പം അത്രക്കും കഠിനതരമായ ചൂടായിരുന്നു ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ. അപ്പം അതുപോലെ മരുഭൂമിയിലാണ് അവിടെ. അപ്പോൾ അവിടെ ഭയങ്കര ചൂട് അനുഭവപ്പെട്ടപ്പോൾ അള്ളാഹു മേഘത്തണൽ നൽകി. കാരണം അവർക്ക് കൃഷി ചെയ്യേണ്ടതുണ്ട്. കൃഷി എന്ന് വെച്ചാൽ പകൽ സമയത്താണല്ലോ, ഉച്ച സമയത്തൊക്കെ ചെയ്യേണ്ടി വരും. അപ്പം ആ സമയത്തൊക്കെ ഉച്ച സമയമൊക്കെ ആകുമ്പോൾ അവർക്ക് മുകളിൽ ഇപ്പോൾ മേഘത്തണൽ അള്ളാഹു നൽകുകയും ചെയ്തു. ഇങ്ങനെ മേഘത്തണൽ കൊടുക്കണമെങ്കിൽ അവർ നല്ല വ്യക്തികളായിരിക്കും. മനസ്സിലായില്ലേ? അത് പ്രവാചകൻ്റെ കഥയിൽ നജാഷി രാജാവെല്ലാം മറ്റൊരു രാജാവ്, ഞാൻ പറഞ്ഞല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടിയാകുമ്പോൾ ഷാമിലേക്ക് യാത്ര പോകുമ്പോൾ നമ്മൾ അബൂ താലിബിൻ്റെ കൂടെ പോകുമ്പോൾ അവർ പോകുന്നിടത്തൊക്കെല്ലാം മേഘത്തണൽ ഉണ്ടായിരുന്നു. ആ വർത്തക സംഘം കാരവൻ എന്ന വലിയ കാരവനിലാണ് ഇവർ പുറപ്പെടുക. നമ്മുടെ കാരവനല്ല, നമ്മുടെ നടന്മാർ ഉപയോഗിക്കുന്ന കാരവൻ ബസ്സല്ല. ഈ ഒട്ടകക്കട്ടിലും വഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വണ്ടികൾ, നമ്മളിതുപോലത്തെ വണ്ടികളുണ്ടാവും, പണ്ടത്തെ കാളവണ്ടികൾ, അതുപോലെ ഇങ്ങനെ വഹിച്ചു കൊണ്ടുപോകുന്ന ഒരുപാട് സംഘം. ഒരു ഒട്ടകത്തിൻ്റെ പുറകെ ഒരു 10-20 ഒട്ടകവും കുറേ ആൾക്കാരും കുറേ തോൾമഞ്ചങ്ങളും അങ്ങനെ ആയിട്ട് പോകുന്ന വലിയ സംഘത്തെയാണ് ഈ കാരവൻ എന്ന് പറയാം. അങ്ങനെ ഈ സംഘം പോകുന്ന ഭാഗത്തൊക്കെ മേഘത്തണൽ വരുന്നത് അവിടുത്തെ ഒരു രാജാവ് കണ്ടു. അങ്ങനെ രാജാവ് പിന്നെ ഇവരെ വിളിക്കുകയും അങ്ങനെ ആ കൂട്ടത്തിലുള്ള മുഹമ്മദ് നബിയെ പറ്റി അറിയുകയും അങ്ങനെ അദ്ദേഹത്തെ മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ പിതൃവിനും പിന്നെ സമ്മാനം കൊടുക്കുകയും
അതുപോലെ മദീനയിൽ അദ്ദേഹത്തിൻ്റെ ഇതിൽ പിന്നെ കുറേ കാരക്കച്ചെടികൾ പിടിപ്പിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹം പ്രവാചകനെ പറ്റി പഠിച്ച ആളാണ്. യുദ്ധമതത്തെ പറ്റി കാര്യത്തിലറിയുന്ന വേദഗ്രന്ഥമായത്തിലറിയുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനറിയാം ഇങ്ങനെ പ്രവാചകൻ വരുന്നുള്ളത്. അപ്പം അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് അദ്ദേഹത്തിന് മനസ്സിലാവുകയും അങ്ങനെ അദ്ദേഹം വന്ന എന്നോട് സലാം, എനിക്ക് നിങ്ങൾ സലാം അല്ല എൻ്റെ സലാം അദ്ദേഹത്തോട് പറയണം, അദ്ദേഹത്തിന് അനേകം കഴിക്കാനുള്ളതാണ് ഈ കാരക്കത്തോട്ടങ്ങൾ എന്ന് മദീനയിൽ അദ്ദേഹം നട്ടുപിടിപ്പിച്ച് കൃഷി ചെയ്യുകയും ചെയ്തു. ഇപ്പോഴും ആ മദീനയിലത്തെ ആ ബസ്രയിലത്തെ കാരക്ക, ആ കാരക്ക ഏറ്റവും മുന്തിയ കാരക്കയാണ്. പറഞ്ഞു വരുന്നത് ഈ മേഘത്തണൽ ഇവരെ പിന്നാലെ മേഘത്തണൽ പോകുന്നത് കണ്ടപ്പോഴാണ് ആ രാജാവിന് ഇവരുടെ കൂട്ടത്തിൽ പ്രവാചകനുണ്ട് എന്ന് മനസ്സിലായത്. അതുപോലെ തന്നെ ഈ കൂട്ടർ ഈ മൂസാ നബിയുടെ കൂടെയുള്ള ജനങ്ങൾക്ക് അള്ളാഹു മേഘത്തണൽ നൽകണം. അവർ ആ കാലത്ത് നല്ല വ്യക്തികളായിരുന്നു. ഫിറോവിൻ്റെ പീഡനങ്ങളിൽ രക്ഷപ്പെട്ടപ്പോൾ അവരുടെ ഈമാൻ വളരെ ഉച്ചസ്ഥായിയായ നിലയിലായിരുന്നു അല്ലേ. ഇപ്പോൾ പലസ്തീനികളുടെ വിശ്വാസം ഈമാൻ നമുക്കറിയാമല്ലോ അല്ലേ. അവർ ചിരിച്ചുകൊണ്ട് കൊലമരത്തിലേക്ക് പോകുന്നതൊക്കെ നമുക്ക് കാണാറുണ്ട് അല്ലേ. എത്ര കഷ്ടപ്പാട്, കൈയും കാലും ചോര പൊട്ടി ഒഴുകുകയാണെങ്കിലും അവർ ചിരിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഇതെല്ലാം സഹിക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ ജീവിക്കുന്ന അങ്ങനെയുള്ള ഒരു ഫലസ്തീനുകൾ നമുക്ക് കണ്ടെത്താൻ. അവിടെ ഈമാൻ്റെ ഉച്ചസ്ഥായിയാണ്. കാരണം പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കും. പക്ഷേ നമ്മൾ പണക്കാരും ഒക്കെ ആകുമ്പോൾ ഇപ്പോൾ അറബികളുടെ അവസ്ഥ എന്താണ്, തീരെ ഈമാനില്ല അവർക്ക്. കാരണം ആ ഫലസ്തീനെ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല. ഈമാൻ നഷ്ടപ്പെട്ടു. പണം കൂടുമ്പോൾ നമ്മൾ ഈമാൻ നഷ്ടപ്പെടും. അതാണല്ലോ പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ പണക്കാരാവുന്നത് ഞാൻ ഭയപ്പെടുന്നു, നിങ്ങൾ ദാരിദ്ര്യം ബാധിക്കുന്നത് ഞാൻ ഭയപ്പെടുന്നില്ല, പക്ഷേ നിങ്ങൾ പണക്കാരാവുന്നത് ഞാൻ ഭയപ്പെടുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു തരുന്നത് ഇവർ അക്കാലത്ത് ഈ മൂസാ നബിയുടെ അനുയായികൾ അക്കാലത്ത് നല്ല ഈമാനുള്ള വ്യക്തികളാണ്. അതുകൊണ്ടാണ് അവർക്ക് മേഘത്തണൽ കിട്ടിയതെന്ന് ഞാൻ പറയുന്നു. പിന്നെ അവർക്ക് മന്നായും കാടപ്പക്ഷികളും നാം നൽകി അള്ളാഹു കൊടുത്തു. കാരണം അവർക്ക് ഭക്ഷണമില്ല, കൃഷി ചെയ്ത് വരുന്നുള്ളൂ, മരുഭൂമിയിലാണ് ഇവർ വന്നത്. അവരെ സംസ്കരിച്ചെടുക്കണം. ഇവർ ഒറ്റയടിക്ക് അങ്ങോട്ടേക്ക് ഇസ്രായേലിലേക്ക് കൊണ്ടുപോകരുത് എന്നുള്ളതിൻ്റെ കൽപ്പന. അവർ നന്നാക്കി എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത്. അപ്പം അവർക്ക് അവരെ ഭക്ഷിക്കണമല്ല, അതിനു വേണ്ടി അള്ളാഹു മഞ്ഞയും കാടപ്പക്ഷികളും അവർക്ക് ഇറക്കി കൊടുക്കുകയും ചെയ്തു. പിന്നെ എല്ലാ വിശിഷ്ട വസ്തുക്കളും നാം എല്ലാ വിശിഷ്ട വസ്തുക്കളും തിന്നുകൊള്ളുക എന്നും അവർ പറയപ്പെട്ടു. പിന്നീടോ അവരുടെ ധിക്കാര നിമിത്തം നമുക്ക് അവർ ദ്രോഹം വരുത്തിയിട്ടില്ല, എന്നാൽ അവർ ദ്രോഹം വരുത്തി വെച്ചിരിക്കുന്നത് അവർക്ക് തന്നെയാണ്. പക്ഷെ ഇതൊക്കെ കിട്ടിയപ്പോഴൊക്കെ അഹങ്കാരം കൂടി. മനസ്സിലായി. ഇഷ്ടംമാതിരി മഞ്ഞയും കാടപ്പക്ഷിയും. മഞ്ഞ എന്ന് വെച്ചാൽ ഒരു കൊത്തമ്പാലരി, നമ്മൾ സാബൂനരി പോലെ ഒരു പ്രത്യേക തരം ഒരു ധാന്യം. അത് ചെടികളിൽ വന്ന് വീണ് കിടക്കും. അത് ഇവർക്ക് എടുത്ത് ഭക്ഷിച്ചാൽ മതി, വേറെ ഒന്നും വേവിക്കൊന്നും വേണ്ട. അതുപോലെ കാടപ്പക്ഷി തീയിലിട്ട് വേവിച്ചാലും മതി. അങ്ങനെ എളുപ്പത്തിൽ അവർക്ക് ഭക്ഷിക്കാൻ പറ്റും. അത് നമുക്കറിയാമല്ല, 1000 കോഴിക്ക് അരക്കാട. അത്രക്കും പോഷകസമൃദ്ധമായ ഒരു ഭക്ഷണമാണ് കാടപ്പക്ഷി. അതുപോലെ തന്നെ ഈ മഞ്ഞയും കൊത്തമ്പാലരി പോലത്തെ അതും വളരെ നല്ലൊരു ഭക്ഷണമാണ്. അവരുടെ ആരോഗ്യത്തിന്, അവർക്ക് മരുഭൂമിയിൽ ജീവിക്കാൻ വേണ്ട എല്ലാ പോഷകവും ആരോഗ്യവും ഒക്കെ നൽകുന്നൊരു ഭക്ഷണമാണ്. എന്നിട്ട് പോലും അവരെന്ത് ചെയ്തു പറഞ്ഞു, ഒരേ തരം ഭക്ഷ്യവസ്തുക്കളെ കൊണ്ട് നമുക്ക് ക്ഷമിക്കുക ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾക്ക് ഭൂമിയുടെ വിളവുകളായ ചീര, കക്കരി, ഗോതമ്പ് എന്നിവ ഉണ്ടാക്കി തൻ്റെ റബ്ബിനോട് പറയുക എന്നൊരു അഹങ്കാരം പറഞ്ഞു. അപ്പോൾ ഇവരുടെ മനസ്സിലുള്ള ഇതാണ് പിന്നെ അഹങ്കാരം. ഇവർക്ക് കാലങ്ങളായത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് അഹങ്കാരം കൂടി അല്ലേ. ഒരാൾ എങ്ങനെയൊക്കെയോ ലോണൊക്കെ വാങ്ങി ചെറിയ സ്ഥാപനം തുടങ്ങുകയെന്ന് പെട്ടിക്കടയൊക്കെ തുടങ്ങാൻ. അദ്ദേഹം അവിടെ വരുന്ന എല്ലാ കസ്റ്റമറും നല്ല പെരുമാറ്റം കാണിക്കുക, അദ്ദേഹത്തിന് അവർക്ക് വേണ്ടത് എടുത്തു കൊടുക്കുകയും ഒക്കെ ചെയ്യും. അദ്ദേഹം രാത്രി കട പൂട്ടാൻ പോവുകയാണ്. അപ്പോഴാണ് ഒരാൾ വന്ന് ഒരു തീപ്പെട്ടി നോട്ട് അയാൾ രണ്ടാമത് തുറന്നു കൊടുക്കും. പിന്നെ അയാൾ എല്ലാം ഇഷ്ടംമാതിരി കച്ചവടമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്വഭാവമൊക്കെ മാറും. ചില്ലറയില്ലെങ്കിൽ ദേഷ്യം, ചില്ലറ വന്ന് കൊണ്ടുവരണം, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും. അദ്ദേഹം പീഡ തുടങ്ങുന്ന സമയത്ത് നല്ല സ്വഭാവമായിരിക്കും, നല്ല പെരുമാറ്റമായി. കാരണം അദ്ദേഹം ഇല്ലായ്മ തുടങ്ങി കൊണ്ടുവരാനും ഇത് പൂട്ടിക്കഴിഞ്ഞാൽ ബാങ്കുകാർ ഇത് കൊണ്ടുപോകും, കിടപ്പാടം വരെ കൊണ്ടുപോകും. അപ്പം ഇതും ഒക്കെ ഉണ്ടാവും. അള്ളാഹുവിനെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും തുടങ്ങുന്നത്.
പിന്നെ പണം ഇഷ്ടംമാതിരി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരും ജനങ്ങളെ വില വെക്കില്ല. തനിക്ക് തന്നെ സംരക്ഷിക്കേണ്ട പണമുണ്ടെന്നുള്ള രീതിയിൽ ഇവർ ജനങ്ങളോട് ചീത്ത സ്വഭാവങ്ങൾ കാണിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ ഇവർക്ക് ഇഷ്ടംമാതിരി മഞ്ഞയും കാടപ്പശയും കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവർ ഈ പല്ലിൻ്റെ ഇടയിൽ എല്ല് കുത്തുക എന്ന് പറയും, വറ്റ് പല്ലിൻ്റെ ഇടയിൽ കുത്തുക എന്ന് പറയില്ല, വറ്റ് കുത്തുക എന്ന് പറയും. അതുപോലെ ഇവർ ദുഷ്ട സ്വഭാവം കാണിക്കാൻ തുടങ്ങി. അപ്പോൾ അള്ളാഹു പറയും, അവർ നമുക്കൊരു ദ്രോഹം വരുത്തിയിട്ടില്ല, ആ ദ്രോഹം അവർക്ക് തന്നെയാണ് വരുത്തിയത് എന്ന് അള്ളാഹു പറയുകയുണ്ടായത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ അഹങ്കാരികളാവുന്ന തൊട്ട് അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കുന്ന തമ്പുരാനെ. കാലങ്ങളെ ലഭിച്ചു വീഴുന്ന സമ്പത്ത് മൂലം നീ ഞങ്ങൾ അഹങ്കാരികളാക്കല്ല തമ്പുരാനെ. ഗൾഫ് പണവും മറ്റും മനുഷ്യർ മഹാഭൂരിപക്ഷം മലയാളക്കരയിലുള്ള ജനങ്ങളെ മഹാഭൂരിപക്ഷം നീ അഹങ്കാരികളാക്കി മാറ്റിയിട്ടുണ്ട് തമ്പുരാനെ. അന്യോന്യം കലഹിക്കുകയും അപ്പം സ്ഥലത്തിൻ്റെ പേര് അന്യോന്യം കലഹിക്കുകയും വെട്ടിക്കൊല്ലുകയൊക്കെ ചെയ്യുന്ന സമൂഹമായി നമ്മൾ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അന്യോന്യം തെറി പറയുകയും ചെയ്യുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിപ്പോയിട്ടുണ്ട്. അങ്ങനെയുള്ള സമൂഹത്തെ തൊട്ട് കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. നമ്മിൽ നീ അണുമണത്തൊക്കെ അഹങ്കാരം നീ വളർത്തല്ലേ തമ്പുരാനെ. നമ്മളെ നീ വിനയമുള്ളവരാക്കി മാറ്റണം തമ്പുരാനെ. ആമീൻ.